السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله سبحانه وتعالى നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ ഇപ്രകാരം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ. എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. വൽ മുതജാലിസീന ഫിയ. എൻ്റെ മാർഗത്തിൽ പരസ്പരം ഇരുന്നവർക്കും. വൽ മുതസാവിരീന ഫിയ. എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിച്ചവർക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ഈ രൂപത്തിൽ സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശനം നടത്തുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിക്കുന്ന, അത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ സാധിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ അനുഭവിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. മനുഷ്യൻ, ജീവനുള്ള എന്തും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധിയെത്തിയാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധിയെത്തിയാൽ ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് ദുനിയാവിനോട് വിട പറയേണ്ടവരാണ്. മനുഷ്യരിൽ അധിക ആളുകളും മരിക്കാതിരുന്നെങ്കിൽ, ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ സാധിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: യഹ്റുമു ഇബ്നു ആദം. ആദമിന്റെ മകന് പ്രായമാകും, അവന് വാർദ്ധക്യമാകും, അവന്റെ തൊലികൾ ചുളിഞ്ഞു പോകും, അവന്റെ കണ്ണുകൾ കുഴിഞ്ഞു പോകും, അവന്റെ ചോരത്തിളപ്പ് നഷ്ടമാകും, അവന്റെ ഓജസ്സും തേജസ്സും വിനിഷ്ടമാകും. യഹ്റുമു ഇബ്നു ആദം. ആദമിന്റെ മകന് പ്രായം വർദ്ധിക്കും. വതശിബ്ബു മിൻ ഹുസ്നതാൻ. എന്നാൽ പ്രായം വർദ്ധിക്കും തോറും രണ്ട് കാര്യങ്ങളോടുള്ള ആഗ്രഹം മനുഷ്യനിൽ യുവത്വം പ്രാപിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കാര്യങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഹിർസു അലൽ മാൽ. ഒന്നാമത്തേത് ധനത്തോടുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തേത് അൽ ഹിർസു അലൽ ഉംർ. ഒരുപാട് കാലം ജീവിച്ചിരിക്കാനുള്ള മോഹമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ മോഹം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണം അനുഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു: വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മരണം അത് ഹഖായി, യാഥാർത്ഥ്യമായി അത് വരിക തന്നെ ചെയ്യും. അല്ലാഹു വീണ്ടും പറയുന്നു: വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അവധിയെത്തിയാൽ, ആയുസ്സെത്തിയാൽ പിന്തിപ്പിക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹു വീണ്ടും പറയുന്നു: ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയകലാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും.
ثم تردون إلى عالم الغيب والشهادة പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആലിമുൽ ഗൈബി വശഹാദയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു വീണ്ടും പറയുന്നു, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ മേൽ പൂർണ്ണമായ ആധിപത്യമുള്ളവനാണ്. അടിമ എത്ര വലിയ രാജാവായാലും, എത്ര വലിയ ശാരീരികമായ കഴിവുള്ള ആളായാലും, എത്ര വലിയ പ്രൗഢിയുള്ള ആളായാലും, ആരായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ മേൽ വഹുവൽ ഖാഹിർ പൂർണ്ണമായ ആധിപത്യമുള്ളവനാണ്. വയുർസിലു അലൈക്കും ഹഫളതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹഫളത്തിന്റെ മലായികത്തുകളെ ഏർപ്പാടാക്കിയിരിക്കുന്നു. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, അങ്ങനെ നിങ്ങളിലേക്ക് മരണം വന്നാൽ തവഫത്ഹു റുസുലുനാ, നാം ഏൽപ്പിച്ച ദൂതന്മാർ റൂഹിനെ ഏറ്റെടുക്കുന്നതാണ്. വഹും ലാ യുഫർരിതൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ആ മലക്കുകൾ ഒരു വീഴ്ചയും വരുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധിയെത്തിയാൽ നമ്മൾ എവിടെയായിരുന്നാലും, ഏത് നാട്ടിലായിരുന്നാലും, ഏത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധിയെത്തിയാൽ തീർച്ചയായും മരണത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും കീഴൊതുങ്ങാനുള്ളവരാണ്. ഒന്നിനെയും മാനദണ്ഡമാക്കി ആശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, എൻ്റെ വീട്ടിലെ ഇന്ന ആൾ ഇത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്, അതുകൊണ്ട് ഞാനും ആ പ്രായം എത്തിയതിന് ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗമൊന്നുമില്ലല്ലോ, രോഗം വന്നതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒന്നിനെയും മാനദണ്ഡമാക്കി മരണത്തിന്റെ വിഷയത്തിൽ ആശ്വസിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, തസവ്വദ് മിനദ്ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നീ ദുനിയാവിൽ നിന്ന് നാളെ പരലോകത്തേക്കുള്ള പാതയം സ്വീകരിച്ചു കൊള്ളുക. ഈ ദുനിയാവിൽ നിന്ന് നാളെ പരലോകത്തെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പാതയം സ്വീകരിച്ചു കൊള്ളുക, അമലുകൾ ചെയ്തു കൊള്ളുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊള്ളുക. ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നിനക്കറിയില്ല ഇന്നിന്റെ രാവസ്തമിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ നിനക്ക് നീ ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ആവശ്യമായ പാതയം സ്വീകരിച്ചു കൊള്ളുക. എന്നിട്ട് മഹാന്മാരായ മുൻഗാമികൾ പറയുന്നത് കാണാൻ സാധിക്കും, വകം മിൻ സഖീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആസ ഹീനം മിൻ അദ്ദഹരി. എത്രയെത്ര ആളുകളാണ് രോഗം വന്നിട്ടും മരിക്കാതെ ജീവച്ഛവമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തെ മാനദണ്ഡമാക്കി ആശ്വസിക്കേണ്ടതില്ല. വക്കമ്മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയ വഖദ് നുസ്ജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ചെറുപ്പക്കാരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സമയങ്ങളെ അനാവശ്യമായ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് നശിപ്പിച്ചു കളയുന്നത്. എന്തേ അവർ അറിയാതെ പോകുന്നത്? വഖദ് നുസിദത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവനിങ്ങനെ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവനിങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അവൻ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളെ കുറിച്ച് അശ്രദ്ധനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവനുള്ള കഫൻ പുടവ തുന്നപ്പെട്ടിട്ടുണ്ടാകാം. മഹാന്മാരായ മുൻഗാമികൾ പറയുകയാണ്, വലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദിൻ
ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഈ ദുനിയാവിൽ മരിക്കാതെ ജീവിച്ചിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, അതിനേറ്റവും യോഗ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ സൽസ്വഭാവങ്ങളും സമ്പൂർണമായ വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ മരിക്കാതെ ജീവിച്ചിരിക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ അതിനേറ്റവും അർഹൻ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്തിൽ തല വെച്ച് കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിറഫീഖിൽ അഅല, അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണമേ, അല്ലാഹുവേ എന്നോട് റഹ്മത്ത് കാണിക്കണമേ, റഫീഖുൽ അലയിൽ എന്നെ, റഫീഖുൽ അലയോട് എന്നെ നീ ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിനോട് വിട പറയേണ്ടവരാണ് എന്ന ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. റസൂൽ പറഞ്ഞത് ഉസ്കുറു ദിക്റൽ മൗത്ത് എന്നല്ല, ഉസ്കുറു ദിക്റൽ മൗത്ത് എന്നല്ല, നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മറിച്ച് അവിടുന്ന് പറഞ്ഞത് അക്സിറു ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ ധാരാളമായി ചെയ്യാറുണ്ട് എന്നാണ്. ഈ രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ട്. നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ധാരാളമായി വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പറയാറുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹില്യയിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, കാന ഇദാ റഅ ജനാസതൻ ഖാൽ, മഹാനായ സഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു ജനാസ കണ്ടാൽ അദ്ദേഹം പറയാറുണ്ട്, ഉഖുദു ഫഇന്നാ റായിഹൂൻ, നിങ്ങൾ രാവിലെ പോകുന്നവരാണെങ്കിൽ ഞങ്ങളിതാ പുറകെ വൈകുന്നേരം നിങ്ങൾക്ക് പുറകെ വരുന്നവരാണ്. ഔ റൂഹു ഫഇന്നാ ഗാദൂൻ, നിങ്ങൾ വൈകുന്നേരം പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നാലെ രാവിലെ വരുന്നവരാണ് ഞങ്ങൾ. അത്രയുള്ളൂ ദുനിയാവിലെ ജീവിതം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൗഇദതൻ ബലീഗതൻ, അദ്ദേഹം പറയാണ്, ജനാസ കാണുമ്പോ അദ്ദേഹത്തിന്റെ വർത്തമാനമാണിത്. മൗഇദതൻ ബലീഗതൻ, സ്പഷ്ടമായ താക്കീതാണ് മരണം, സ്പഷ്ടമായ താക്കീതാണ് മരണം. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ നിയമങ്ങളെ അവഗണിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ബാധ്യതകളെ, ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജീവിക്കുന്നവർക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്പഷ്ടമായ താക്കീതാണ് മരണം. വഗഫ്ലതൻ സരീഅതൻ, അതിവേഗം പിടിപെടുന്ന അശ്രദ്ധയാണ് മരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇദ, ഉപദേശകനായി മരണം മതിയാകുന്നതാണ്, ഉപദേശകനായി മരണം തന്നെ മതിയാകുന്നതാണ് എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികൾ അവരുടെ അവസ്ഥ നോക്കൂ. ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു, ഖാല സാബിത്തുൽ ബനാനി, മഹാനായ സാബിത്തുൽ ബനാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലഖദ് കുന്നാ നത്ബഉൽ ജനാസ,
ഞങ്ങൾ ജനാസയെ പിന്തുടരാറുണ്ട്. ഞങ്ങൾ മരണാനന്തര കർമ്മങ്ങളിൽ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച മരണാനന്തര കർമ്മങ്ങളിൽ ഞങ്ങൾ സജീവമാകാറുണ്ട്. ഫമാ നറാ ഹൗല സരീരി ഇല്ലാ മുതഖന്നിഅൻ ബാകിയ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ജനാസ കിടത്തിയിരിക്കുന്ന കട്ടിലുണ്ടല്ലോ, മരിച്ച ആളെ കിടത്തിയിരിക്കുന്ന കട്ടിൽ, ആ കട്ടിലിന് ചുറ്റുമുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിരുന്നത് ഇല്ലാ മുതഖന്നിഅൻ ബാകിയ, അവർ തലതാഴ്ത്തി കരയുന്നവരായിക്കൊണ്ടാണ്. ഔ മുതഫക്കിറ, അല്ലെങ്കിൽ ചിന്തയിലാണ്ട നിലയിലാണ് കാണാറുള്ളത്. കഅന്നഹും അലാ റൂസിഹിം ത്വയ്ർ, തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധയോടുകൂടെ തല പിടിക്കുമോ അതുപോലെ ചിന്തയിലാണ്ട രൂപത്തിലല്ലാതെ കട്ടിലിന് ചുറ്റും ആളുകളെ ഞങ്ങൾ കാണാറില്ല എന്ന് മഹാനായ സാബിത്തുൽ ബനാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. മരണവീട്ടിൽ പോയാൽ കാണുന്നത് തലതാഴ്ത്തി കരയുന്നവർ, അല്ലെങ്കിൽ ചിന്തയിലാണ്ട് നിൽക്കുന്നവർ. ആ രൂപത്തിലല്ലാതെ ഒരാളെയും കാണാറില്ല എന്ന് മഹാനായ സാബിത്തുൽ ബനാനി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. മഹാനായ അഅ്മശ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇൻ കുന്നാ ലനഹ്ദുറുൽ ജിനാസ, ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കാറുണ്ട്. ഫമാ നദ്രി മൻ നുഅസ്സി ലിവജ്ഹിൽ ഖൗം, ഞങ്ങൾ അങ്ങനെ പങ്കെടുക്കുമ്പോൾ ആരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയാറില്ല. അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ആരെ ആശ്വസിപ്പിക്കണം എന്ന് ഞങ്ങൾക്കറിയാറില്ല. മിൻ വജ്ഹിൽ ഖൗം, അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ ദുഃഖിച്ച് വേദനിച്ച് ചിന്തയിലാണ്ട് തലതാണ്ടി കരഞ്ഞു നിൽക്കുന്നത് കാരണം ആ കൂട്ടത്തിൽ ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാറില്ല എന്ന് മഹാനായ അഅ്മശ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ബന്ധുക്കളെയാണോ? ആരാണ് ബന്ധുക്കൾ? ആരാണ് മരിച്ചവരുടെ ഉറ്റവർ? അല്ലെ, നമ്മൾ ഒരു മരണവീട്ടിൽ പങ്കെടുത്താൽ ആ മരിച്ച വ്യക്തിയോട് ഏറ്റവും അടുത്തവരെയാണ് വിഷമിച്ച രൂപത്തിൽ കാണാൻ സാധിക്കാറുള്ളത്, അല്ലെ? എന്നാൽ മഹാനായ അഅ്മശ് റഹിമഹുല്ലാഹ് പറയാണ്, അവർ ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും തുല്യമായി ദുഃഖിച്ചു നിൽക്കുന്നത് കാരണം ആരെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാറില്ല. ഈ മരണപ്പെട്ട വ്യക്തിയുടെ വേർപാടിൽ വിഷമിക്കുന്നതിനപ്പുറം സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങളും ഈ സ്ഥാനത്ത് ചെന്ന് കിടക്കേണ്ടവരാണല്ലോ. അതിനുശേഷം ഒരു ജീവിതമുണ്ട്, ഖബറുണ്ട്, പരലോകമുണ്ട്, ഹിസാബുണ്ട്, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നുണ്ട്. നന്മ ചെയ്തവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമാണ് സ്വർഗം കിട്ടുന്നത്, തിന്മയുടെ വക്താക്കൾക്ക് നരകമാണുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ ദുഃഖിച്ചു നിന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ ബറാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജിനാസ, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയിൽ പങ്കെടുക്കുകയായിരുന്നു. ഫജലസ അലാ ശഫീരിൽ ഖബർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ഓരത്തിരുന്നു. ഫബക ഹത്താ ബല്ല സരീർ ഹത്താ ബല്ല സറ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിരുന്ന് കരയുകയാണ്. ഹത്താ ബല്ല സറ, താഴെയുള്ള മണ്ണ് നനയുമാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണെന്ന് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഖലീൽ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് ഖബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് കരയുന്നത്. ആ കരച്ചിലിന്റെ രൂപം മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹത്താ ബല്ല സറ, താഴെയുള്ള മണ്ണ് നനയുമാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ثم قال, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിത്രി ഹാദാ ഫഅഇദ്ദു, എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലാണ്,
അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുമായി ഖുല്ലത്തുള്ള അള്ളാഹുവിന്റെ ഖലീലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ അനുയായികളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ അനുയായികളോടുള്ള ദയാവായ്പാണ്, അവിടുത്തെ അനുയായികളോടുള്ള ബന്ധമാണ് അവിടുത്തെ വിളിയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് വിളിക്കുന്നത് യാ ഇഖ്വാനി, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ എന്നാണ്. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യുന്നാസി അഹബ്ബ ഇലൈക എന്ന് ചോദിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം നമുക്കറിയുന്നതാണ്, ഈ ഹദീസ് ധാരാളം നമ്മൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് എന്താണ്? ആയിഷ, ആയിഷയോടാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ആ സ്വഹാബി വീണ്ടും ചോദിക്കുന്നു, മിനൽ റിജാൽ, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂഹ, ആയിഷയുടെ വാപ്പയായ അബൂബക്കറിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും സുമ്മ ഐ, പിന്നെ ആരോടാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സുമ്മ ഉമർ, പിന്നീട് ഉമറിനോടാണ് എന്ന് പറഞ്ഞു. ഈ സംഭവം നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ്. മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ സ്വഹാബി അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഈ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനുള്ള സന്ദർഭം ഏതാണ്? ഈ സ്വഹാബിയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം കണ്ട്, അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമമായ ഖുലുഖ് കണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ട് ഈ സ്വഹാബി സ്വഹാബിയുടെ പേര് ഞാൻ മറന്നുപോയി, ഈ സ്വഹാബി കരുതുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്ന്. അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് പറഞ്ഞു, യാഥാർത്ഥ്യം പറഞ്ഞു, ആയിഷയോടാണെന്ന് പറഞ്ഞു. പിന്നെയും അദ്ദേഹം പ്രതീക്ഷയോടുകൂടെ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് പറഞ്ഞു, അബൂബക്കറിനോടാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുന്നവർക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപഴകുന്നവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിന് തങ്ങളോടാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ഉന്നതമായ സ്വഭാവം തന്റെ അനുയായികളോട് കാണിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ദൂതനിതാ വന്നിരിക്കുന്നു. ആ നബിയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ദുഃഖിക്കുന്നത്, നിങ്ങൾക്കൊരു വിഷമം വരുന്നത് ആ റസൂലിനേറെ പ്രയാസമാണ്. വിശ്വാസികളോട് അനുകമ്പയുള്ള റസൂലാണ്, വിശ്വാസികളോട് റഹീമായ റസൂലാണ്, കാരുണ്യമുള്ള റസൂലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി കാണാൻ സാധിക്കും. ഈ വിളിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് തന്റെ അനുയായികളെ വിളിക്കുന്ന ഈ വിളിയിലും ആ സ്നേഹവും ദയാവായ്പും നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഖബറിന്റെ ഓരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇങ്ങനെയൊരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം, ഇങ്ങനെയൊരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ജനാസ ഖബറടക്കി ഖബറിന്റെ ഓരത്തിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇങ്ങനെയൊരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്യാൻ തോന്നുമ്പോ, അശ്രദ്ധയിലായി നമ്മൾ ജീവിക്കുമ്പോ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോ, ഖബറിന്റെ ഓരത്തിരുന്ന് കരഞ്ഞുകൊണ്ട്, ഖബറിന്റെ ഓരത്തിരുന്ന് താഴെയുള്ള മണ്ണ് നനയുമാറി കരഞ്ഞുകൊണ്ട്, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ടതുണ്ട്.
സഹോദരങ്ങളെ, നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത് വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, തന്റെ അടിമകളുടെ മേൽ പൂർണ്ണമായ ആധിപത്യമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വയുർസിലു അലൈക്കും ഹഫളതൻ, നിങ്ങൾക്ക് സംരക്ഷകരായ മലക്കുകൾ അല്ലാഹു നിയോഗിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിന്റെ സമയം വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്ഹു റുസുലുനാ, നാം ഏർപ്പാടാക്കിയ മലക്കുകൾ റൂഹിനെ ഏറ്റെടുക്കുന്നതാണ്. വഹും ലാ യുഫർരിതൂൻ, വഹും ലാ യുഫർരിതൂൻ, ആ മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മതമുള്ളവനും ഇല്ലാത്തവരും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടുള്ളത് മുഅ്മിനായി മരിക്കുക എന്നുള്ളതാണ്. ഒരു മുഅ്മിനായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത്, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് പരലോകത്തേക്ക് മുന്നിടുന്ന സമയത്ത്, അവന്റെ മരണ സമയത്ത് നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. കഅന്ന വുജൂഹഹുമുശ് ശംസ്, അവരുടെ മുഖം വെട്ടിത്തിളങ്ങുന്ന മുഖങ്ങളായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗീയ കഫൻ പുടവ ഉണ്ടായിരിക്കും. വഹനൂതും മിൻ ഹനൂസിഹാ, സ്വർഗീയ സുഗന്ധവും അവരുടെ കയ്യിലുണ്ടായിരിക്കും. എന്നിട്ട് ആ മലക്കുകൾ ഈ മനുഷ്യന്റെ നോട്ടമെത്തുന്നിടത്തെല്ലാം ഇരിക്കും. എന്നാലോചിച്ച് നോക്കും, മുഅ്മിനായൊരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നു. അവൻ നോക്കുന്നിടത്തെല്ലാം, അവന്റെ കാഴ്ച എവിടേക്കെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം ഈ സുന്ദരമായ മുഖങ്ങളുള്ള മലക്കുകൾ ഇരിക്കും. അവരുടെ കയ്യിൽ സ്വർഗീയ കഫൻ പുടവ ഉണ്ടായിരിക്കും, സ്വർഗീയ സുഗന്ധവും അവരുടെ കയ്യിലുണ്ടായിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, അതിനുശേഷം മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസി, എന്നിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന ആളുടെ തലഭാഗത്തിരിക്കും. എന്നിട്ട് പറയും, അയ്യത്തുഹൻ നഫ്സു തയ്യിബ, നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് പുറപ്പെട്ടു വന്നാലും എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്ത് സ്വാഗതമരുളും. ഒരു കൂജയിൽ നിന്ന് അത് ചെരിച്ചു പിടിച്ചാൽ വെള്ളം എങ്ങനെ ഒഴുകുമോ അതുപോലെ ആ ശരീരത്തിൽ നിന്ന് ഒരു പ്രയാസവുമില്ലാതെ റൂഹ് പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അങ്ങനെയൊരു മരണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെയൊരു മരണത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അങ്ങനെയൊരു മരണത്തിന് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നവർ, സുമ്മസ്തഖാമു, എന്നിട്ട് നേരെ ചൊവ്വ ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, അല്ലാ തഖാഫു, ഭാവിയിൽ എന്താണ് വരാനിരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലെ, മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനാകെ വെപ്രാളത്തിലായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഒരു വല്ലാത്ത പ്രയാസത്തിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, അല്ലാ തഖാഫു, ഭാവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, മരിക്കുന്ന വ്യക്തിക്ക് പിന്നെ ഉണ്ടാകുന്ന വിഷമം എന്താണ്? ഈ ദുനിയാവിൽ ഇട്ടേച്ചു പോകുന്ന മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ബേജാറുണ്ടാകും. മലക്കുകൾ വന്നുകൊണ്ട് പറയുമെന്നാണ്, വലാ തഹ്സനു,
നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അങ്ങനെയൊരു മരണമാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതാർക്കാണ് ഇങ്ങനെ ഒരു മരണം സാധ്യമാകുന്നത്? അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ എന്ന് മാത്രമല്ല, സുമ്മസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച ആളുകൾ. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ചരിത്രത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനിസിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله فقل افلا تتقون. മക്കയിലെ മുശ്രിക്കുകളോട് ആരാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും അതിന്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചാൽ, ആരാണ് മുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂൻ, മക്കയിലെ മുശ്രിക്കുകൾ പറയും. ഏത് മുശ്രിക്കുകൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബദ്രിൽ പോരാടിയ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉഹദിൽ പോരാടിയ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കഴുത്തിൽ തുണി ചുറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കസ്സാബ്, പെരുങ്കള്ളൻ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ഹിജ്റ പോകാൻ കാരണക്കാരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ നാളുകൾ പട്ടിണി കിടക്കാൻ കാരണക്കാരായ മുശ്രിക്കുകളായ ആളുകൾ ആ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന കാര്യമാണ് അല്ലാഹുവാണ് ഖാലിഖ് എന്ന്, അല്ലാഹുവാണ് റിസ്ഖ് നൽകുന്നത് എന്ന്, അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നവനെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചവനെന്ന്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവനെന്ന് മുശ്രിക്കുകൾ പോലും അംഗീകരിച്ച കാര്യമാണ്. മറിച്ച് ഇസ്തിഖാമത്ത് വേണം. അല്ലാഹുവാണ് ഖാലിഖ് എന്ന് അംഗീകരിക്കുന്നവൻ, അല്ലാഹുവാണ് റസ്സാഖ് എന്ന് അംഗീകരിക്കുന്നവൻ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ തയ്യാറാകണം. അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അവിടുത്തെ വാക്കുകൾക്ക് വിലമതിക്കാൻ തയ്യാറാകണം. ബിദ്അത്തുകളെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനപ്പുറം പോകാതിരിക്കാൻ, തീവ്രമായ വാദങ്ങളില്ലാതിരിക്കാൻ, ഗുലുവില്ലാതിരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച ആളുകൾക്കാണ്, അവർ മരിക്കുന്ന സമയത്താണ് വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതും ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതും. ഇങ്ങനെയൊരു മരണത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരിക്കുന്ന സമയത്ത് അൻസാറികളിൽപ്പെട്ട ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞിട്ട് അവിടുത്തോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ അതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഭൗതികമായ വിജ്ഞാനീയങ്ങൾ ഒരുപാട് കീഴടക്കിയ ആളാണ് എന്നോ, ഒരുപാട് ബിസിനസ് തലങ്ങളിൽ ഒരുപാട് മുന്നേറിയ ആളുകളാണ് എന്നോ അല്ല.
സമൂഹത്തിൽ പ്രശസ്തിയുള്ള ആളുകളെ കുറിച്ചല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വലിയ വലിയ രാജ്യങ്ങളെ കീഴടക്കിയ ആളുകളെ കുറിച്ചല്ല മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ബുദ്ധിമാനായ വിശ്വാസി അക്തറുഹും ലിൽ മൗതി സിക്റ, അവരുടെ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ഓർക്കുന്നവരാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറാകുന്ന ആളുകളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ സാബിത്തുൽ ബനാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ അക്സറ അഹദുൻ സിക്റൽ മൗതി ഇല്ലാ റുഇയ ദാലിക ഫീ അമലി, മരണത്തെക്കുറിച്ച് ആര് ധാരാളമായി ഓർത്തു അവന്റെ അമലുകളിൽ അതിന്റെ പ്രതിഫലനം കാണാതിരിക്കുകയില്ല. അവന്റെ അമലുകളിൽ അത് കാണാൻ സാധിക്കുമെന്ന് മഹാനായ സാബിത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്നോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ എത്ര സുശുദ്ധിയിൽ നമ്മൾ ജീവിച്ചാലും, ആരോഗ്യപരമായി എത്ര നല്ല അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാലും, സാമ്പത്തികമായി എത്ര നല്ല അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിരുന്നാലും, നമ്മൾ ആളുകൾക്കിടയിൽ എത്ര അംഗീകാരത്തോടുകൂടെ ദുനിയാവിന്റെ പരമാവധി തന്നെ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചാലും വേണ്ട, ഈ ദുനിയാവിന്റെ പരമാവധി ദിവസങ്ങൾ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാലും പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോ ഇല്ല അശിയത്തൻ ഔ ദുഹാഹ, ഒരു വൈകുന്നേര സമയം പോലെ, ഒരു ദുഹാ സമയം മാത്രം ജീവിച്ചതുപോലെയാണ് പരലോക ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരായത്തിനെ കുറിച്ച് തന്റെ കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈർഘ്യം പറയുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ ആയത്ത് ഇങ്ങനെയായിരുന്നു: ഉപദേശങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഖൽബ് കട്ടിയാകുന്ന സമയത്ത്, ഖൽബിന് ഭാരം അനുഭവപ്പെടുന്ന സമയത്ത് മഹാന്മാരായ മുൻഗാമികൾ ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു ആയത്തുണ്ട്. ഖുൽ അറഅയ്തും ഇമ്മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. ഹനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് ഹസനുൽ ബസരി റഹിമഹുല്ലയിൽ നിന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ ബോധരഹിതനായി വീഴുന്നുണ്ട്. ആരാണ് മൈമൂൻ ഇബ്നു മെഹ്റാൻ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മന്ത്രിയായിരുന്നു മഹാനായ മൈമൂൻ റഹിമഹുല്ലാഹ്. ഹസനുൽ ബസരിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട്, എന്റെ ഖൽബിന് വല്ലാത്തൊരു ഭാരം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, എന്തെങ്കിലും ഒരു നസീഹത്ത് എനിക്ക് നൽകണമെന്ന് ഒരുപാട് ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട്, വാർദ്ധക്യ സമയത്ത് വേച്ച് മകന്റെ കൈ പിടിച്ചുകൊണ്ട് ബസറയുടെ ഊടുവഴികളിലൂടെ ഒരുപാട് വേച്ച് കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഹസനുൽ ബസരിയുടെ വീടിന്റെ വാതിൽ മുട്ടി ഹസനുൽ ബസരിയോട് ചോദിച്ചു, എന്റെ ഖൽബിന് വല്ലാത്തൊരു കട്ടി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നൽകണമെന്ന് പറഞ്ഞപ്പോ ഹസനുൽ ബസരി ഉപദേശിച്ചത് ഇത്രമാത്രമായിരുന്നു. അള്ളാഹുവിന്റെ കലാമിലെ ഈ 3 ആയത്തുകൾ മാത്രമായിരുന്നു. ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. ഈ ആയത്ത് കേട്ട മാത്രയിൽ മഹാനായ മൈമൂൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ്. കൂടെ വന്ന മകൻ തിരിച്ചു പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഹസനുൽ ബസരി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ചധികമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾ ഇത്രയൊക്കെ യാത്ര ചെയ്തു വന്നിട്ട് അദ്ദേഹം കാര്യമായ ഉപദേശങ്ങളൊന്നും തന്നില്ലല്ലോ, ഈ 3 ആയത്തുകൾ മാത്രമല്ലേ നമുക്ക് ഓതി കേൾപ്പിച്ചുള്ളൂ എന്ന് ചോദിച്ചപ്പോ വാപ്പ മകന്റെ നെഞ്ചിലേക്കൊന്ന് അമർത്തിയിട്ട് പറയുന്നുണ്ട്, മോനെ, ഈ ആയത്തുകളെങ്ങാനും നീ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ആയത്തുകളെ കുറിച്ച് നീ തദബ്ബുർ ചെയ്യുകയാണെങ്കിൽ, ഈ ആയത്തുകൾക്ക് നിന്റെ ഹൃദയത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ അവശേഷിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഈ ആയത്തുകൾ നിന്റെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകൾ വരുത്തുമെന്ന് മഹാനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മന്ത്രി ആയിരുന്ന സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, സാമ്പത്തികമായ നല്ല ശേഷിയുള്ള സമയത്ത്, കഅബ തവാഫ് ചെയ്യുന്നതിനിടയിൽ
കഅബ തവാഫ് ചെയ്യുന്നതിന് ഇടയിൽ അന്നും ഹസനുൽ ബസരിയെ കണ്ടിരുന്നു. അന്നും ഹസനുൽ ബസരി റഹ്മഹുള്ളയെ കണ്ടിരുന്നു. അന്ന് തവാഫിനിടയിൽ ഹസനുൽ ബസരിയോട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോ അന്നും ഇതേ ആയത്തുകളാണ് ഹസനുൽ ബസരി ഓതി കേൾപ്പിച്ചത്. ഇന്നും ഞാൻ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്തും അദ്ദേഹം എനിക്ക് ഓതി തന്നത് ഇതേ 3 ആയത്തുകളാണ്. ഏതാണ് ആ ആയത്തുകൾ? ഖുൽ അറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അല്ലാഹു പറയാണ്, നിനക്ക് ഈ ദുനിയാവിൽ സുഖാസ്വാദനങ്ങൾ തന്ന് നാം നിന്നെ ദുനിയാവിൽ ജീവിപ്പിച്ചാൽ സിനീൻ, അത് പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ സിനീൻ ഏതാനും വർഷങ്ങൾ മാത്രമാണ്. ഏതാനും വർഷങ്ങൾ മാത്രമാണ്. എത്രയെത്ര, ഞാൻ നേരത്തെ പറയാം, എത്ര നമ്മൾ ജീവിച്ചാലും പരമാവധി ദുനിയാവിലെ ദിവസങ്ങൾ നമുക്ക് ആരോഗ്യത്തോടുകൂടെ സാമ്പത്തികമായ നല്ല നിലയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാലും സിനീൻ അതേതാനും ചില വർഷങ്ങൾ മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, സുമ്മ ജാഅഹും